السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض حامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على كل شيء قدير وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور. صدق الله العلي العظيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ ഓരോരുത്തരെയും പടച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചമഖിലം സൃഷ്ടിച്ച് നമുക്കെല്ലാവർക്കും സുഖകരമായി ജീവിക്കുവാൻ പാകത്തിൽ സംവിധാനിച്ച് ഒരുക്കിത്തന്ന റബ്ബുൽ ആലമീനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ അവൻ്റെ വാക്യങ്ങൾ, ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും പടച്ച റബ്ബിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി അവൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും വേണ്ടി ഞങ്ങൾ നടത്തുന്ന അധ്വാന പരിശ്രമങ്ങളെ ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണമേ നാഥ. ഞങ്ങളുടെ വീഴ്ചകൾ, ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങളെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ.
വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഈ ഒരു സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാഹ്. സൂറ അൽ ഹജ്ജിലെ 2ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആദ്യത്തെ 4 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത്. ഈ സൂറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ആയത്തുകൾ മക്കയിലും പിന്നീട് ഉള്ള കുറച്ച് ആയത്തുകൾ മദീനയിലും ആയിട്ട് 2 ഭാഗങ്ങളിലുമായിട്ടാണ് അവതരിച്ചത് എന്ന് മനസ്സിലാക്കി. ഈ മക്കയിൽ അവതരിച്ച ഭാഗത്ത് പരലോകത്തെ സംബന്ധിച്ചുള്ള ഒരു ധാരണ, അന്ത്യനാളിൻ്റെ ഭയാനകത ഒക്കെ ആളുകളിൽ ഒന്നുകൂടെ രൂഢമൂലമാക്കാൻ വേണ്ടിയുള്ള ചിത്രീകരണങ്ങളാണ് അള്ളാഹു നടത്തുന്നത്. അതിലൊന്നാമത് പറഞ്ഞത് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ഷൈഉൻ അളീം എന്ന് പറഞ്ഞിട്ട് സൂറത്ത് ആരംഭിച്ചത്. മനുഷ്യരെ മൊത്തം വിളിക്കുകയാണ്, നിങ്ങളുടെ വിധാതാവിനെ, നിങ്ങളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നവനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ്. ആ വാക്ക് റബ്ബക്കും എന്നുള്ള വാക്ക്, റബ്ബേ നമ്മുടെ വിളിയുണ്ടല്ലോ, ഏറ്റവും വല്ലാത്തൊരു വിളിയാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ശ്വാസനിശ്വാസങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കുവാൻ ആവശ്യമായ ധാരാളം സംവിധാനങ്ങൾ വേണം. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിന് ആവശ്യമായ ശുദ്ധവായു അത് ഇടതടവില്ലാതെ ലഭ്യമാക്കുന്ന റബ്ബ്, നമുക്ക് ആവശ്യമായ ശുദ്ധജലം യാതൊരു മുടക്കവുമില്ലാതെ നമുക്ക് ഏകിക്കൊണ്ടിരിക്കുന്ന റബ്ബ്, നമുക്ക് ജീവിക്കുവാൻ പാകത്തിൽ ആവശ്യമായ ചൂടും തണുപ്പുമൊക്കെ നമുക്ക് ഏകിക്കൊണ്ടിരിക്കുന്ന റബ്ബ്, നമുക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും നമുക്ക് ഒരുക്കി തന്ന റബ്ബ്, എല്ലാം പാകപ്പെടുത്തി വളരെ ശ്രദ്ധയോടുകൂടെ, ഒരു മനുഷ്യൻ അങ്ങനെ വേറൊരാളെ പരിചരിക്കാൻ കഴിയില്ല, അങ്ങനെ നമ്മെ ഓരോരുത്തരെയും പരിചരിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ്. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് തുടങ്ങിയത്. എന്നിട്ട് പറഞ്ഞത് ഇന്ന സൽസലത സാഅതി ഷൈഉൻ അളീം, അന്ത്യനാളിൻ്റെ ആ സമയത്തിൻ്റെ സാ എന്ന് പറഞ്ഞാൽ അന്ത്യനാളിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ഖിയാമത്തിൻ്റെ ആ ദിവസത്തിൻ്റെ പ്രകമ്പനം, അതിൻ്റെ സൽസല, അത് ഷൈഉൻ അളീം, ഒരു മഹാസംഭവമാണ്, ഭയാനകമായ ഒരു കാര്യമാണ്, ഒരു ഭയങ്കരമായ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് അതിലുള്ള ചില കാഴ്ചകളെ സംബന്ധിച്ച് പറഞ്ഞു. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർദഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറാ വലാകിൻ അദാബല്ലാഹി ഷദീദ്. അന്ന് മനുഷ്യൻ്റെ പരിഭ്രാന്തി കാണിക്കുവാൻ വേണ്ടിയിട്ട് വല്ലാത്ത ചില രംഗങ്ങളെപ്പറ്റി പറയുകയാണ്. മുലയൂട്ടുന്ന അമ്മമാർ തങ്ങളുടെ മാറിടത്തിൽ നിന്ന് ആ പിഞ്ചു പൈതങ്ങളെ വലിച്ച് പറിച്ചെറിയുകയാണ്, പ്രസവിച്ചു പോവുകയാണ് ഗർഭിണികളായ സ്ത്രീകൾ അത്രയും. അതുപോലെ തന്നെ വതദ്ഹലു കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത് വതളഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാറാ വമാ ഹും ബിസുകാറ. മനുഷ്യരെ കണ്ടാൽ തോന്നും ഇവരൊക്കെ മത്ത് പിടിച്ചവരാണ്, ലഹരി ബാധിച്ചവരാണ്, പക്ഷേ അവർ ലഹരി ബാധിച്ചവരല്ല. വലാകിൻ അദാബല്ലാഹി ഷദീദ്, അള്ളാഹുവിൻ്റെ ശിക്ഷ അതികഠിനമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. യുജാദിലു ഫില്ലാ ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്വാനിൻ മരീദ്. അങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് യാതൊരു ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അവരുടെ തർക്കം. അവരൊക്കെ പിൻപറ്റുന്നത് മുരഢനായ അല്ലെങ്കിൽ ഷഠനായ വലിയ ധിക്കാരിയായ ചെകുത്താന്മാരെയാണ്. എല്ലാ ചെകുത്താന്മാരെയും അവർ പിൻപറ്റും. കുതിബ അലൈഹി അന്നഹു മൻ തവല്ലഹു ഫഇന്നഹു യുളില്ലുഹു വയഹ്ദീഹി ഇലാ അദാബി സഈർ എന്ന് മാത്രമല്ല, അങ്ങനെ ആരാണോ ചെകുത്താനെ തൻ്റെ കൈകാര്യകർത്താവായിട്ട് തൻ്റെ കൂട്ടുകാരനായിട്ട് സ്വീകരിക്കുന്നത്, തീർച്ചയായിട്ടും ചെകുത്താൻ അങ്ങനെ കൂട്ടുകാരനായി സ്വീകരിച്ച മനുഷ്യനെ യുളില്ലുഹു വഴികേടിലാക്കും, വയഹ്ദീഹി ഇലാ അദാബി സഈർ കത്തിയരിയുന്ന ശിക്ഷയിലേക്ക് അയാളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. ഇനി വീണ്ടും ഇതാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കത്തിലവർ. എന്താ തർക്കം? മരണത്തിന് ശേഷം വീണ്ടും ജീവിപ്പിക്കപ്പെടുമോ? അങ്ങനെ സംഭവിക്കൂല. വെറുതെ ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കരുത്, പറ്റിക്കരുത്. അത് ഇക്കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇനി 5ാമത്തെ ആയത്ത്. വളരെ ദീർഘമായ ഒരു ആയത്താണ്, ഏകദേശം 1/2 പേജ് വരുന്ന ഒരു ആയത്താണത്. 5ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്
ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض حامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. വളരെ ദീർഘമായ ഈ ആയത്തിൽ കാരുണ്യവാനായ റബ്ബ് ഒരു മനുഷ്യനെ ശരിക്ക് അവൻ്റെ സ്വന്തം കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, നിങ്ങൾ ഓർക്കണം എപ്പോഴും നിങ്ങളെങ്ങനെയാണ് നിങ്ങളായതെന്ന്. അതുപോലെ പറയുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ. രണ്ടാമത്തെ വിളിയാണ് ഈ സൂറത്തിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസ് വർദ്ധിച്ചത്. ഇവിടുത്തെ അഞ്ചാമത് വീണ്ടും യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. എല്ലാ മനുഷ്യരും പെട്ടു. എന്നിട്ട് പറയാണ്, ഇൻ കുൻതും ഫീ റൈബിൻ, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ സംശയമുള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് സന്ദേഹമുണ്ടെങ്കിൽ, നിഷേധിക്കുക എന്നല്ല, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്തിനെ സംബന്ധിച്ച്, മിനൽ ബഅസ്, ബഅസ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനമാണ്. നിങ്ങളുടെ പുനരുജ്ജീവനത്തെ സംബന്ധിച്ച് വീണ്ടും നിങ്ങൾ ജീവിപ്പിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സന്ദേഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇതാ ബാക്കി പറയാണ്, സംശയമുണ്ടെങ്കിൽ എന്താ ഇത് നോക്കിയാൽ മതി. നിങ്ങൾ കൂടുതൽ തെളിവ് അന്വേഷിച്ച് പോകണ്ട, ദൂരെ എങ്ങും പോവേണ്ടതില്ല. ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, നിശ്ചയമായും നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബിൻ, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. തീർന്നില്ല. സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ. പിന്നെ 3 സ്റ്റേജ് പറയണം. ഒന്ന് മിൻ നുത്ഫ, നുത്ഫയിൽ നിന്ന്. നുത്ഫ രേതസ്കണം, ഇന്ദ്രിയത്തുള്ളി എന്നൊക്കെ പറയാം. മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ, അലഖത്ത് എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്നത്, ഒട്ടിപ്പിടിക്കുന്നത് എന്നൊക്കെ അർത്ഥമുണ്ട്. ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്ന്, തൂങ്ങിക്കിടക്കുന്നതിൽ നിന്ന്. സുമ്മ മിൻ മുലഗത്തിൻ, പിന്നെ ചവച്ചരക്കപ്പെട്ട മാംസകഷ്ണത്തിൽ നിന്ന്. മിൻ മുലഗത്തിൻ, മലഗ ചവച്ചരക്കുക. മിൻ മുലഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ, മുഖല്ലഖത്ത് സൃഷ്ടിക്കപ്പെട്ടത്, വഗൈരി മുഖല്ലഖത്തിൻ സൃഷ്ടിക്കപ്പെടാത്തതും. അങ്ങനെയുള്ള മാംസപിണ്ഡത്തിൽ നിന്ന് അല്ലെങ്കിൽ ചവച്ചരക്കപ്പെട്ട മാംസകഷ്ണത്തിൽ നിന്ന്. ലിനുബയ്യിന ലക്കും, എന്തിനാ? നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. നോക്ക്, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് ആലോചിക്കാൻ പറയാം. എന്തിനാ തെളിവ് പറയുന്നത്? ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്, ഹേ മനുഷ്യരെ, നിങ്ങൾക്ക് പുനരുത്ഥാനത്തെ പറ്റി സംശയമുണ്ടോ? പുനരുജ്ജീവനത്തെ പറ്റിയിട്ട്, നിങ്ങളുടെ മരണത്തിന് ശേഷം വീണ്ടും നിങ്ങൾ ജീവിപ്പിക്കപ്പെടുന്നതിനെ പറ്റി നിങ്ങൾ സംശയത്തിലാണോ? എന്നെങ്കിൽ ഇതാ മനസ്സിലാക്കിക്കൊള്ളൂ, ഇന്നാ ഖലഖ്ന, നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത്. ഇപ്പം നമ്മളൊക്കെ വലിയ കഴിവുള്ള മനുഷ്യരാണല്ലോ. നല്ല കഴിവുണ്ട്, നല്ല ബുദ്ധിശക്തിയുണ്ട്, ആലോചനാശേഷിയുണ്ട്, പരീക്ഷണത്തിനും നിരീക്ഷണത്തിനുമുള്ള പാടവമുണ്ട്.
അല്ലേ? വലിയ ആളുകളോട് സംവദിക്കാനുള്ള സംസാര ശേഷിയുണ്ട്, പ്രഭാഷണ വൈഭവമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള നമ്മളൊക്കെ വലിയ അളവിൽ പടച്ചവനെതിരിൽ പറയുക, മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുക. അങ്ങനെ നിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് അല്ലാഹു, നിങ്ങൾക്ക് സംശയമുണ്ട്? എല്ലാവരോടുമാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കൂ, നിങ്ങളെങ്ങനെയാ നിങ്ങളായത്? ഫഇന്നാ ഖലഖ്നാകും, നിശ്ചയമായും നാം നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. മണ്ണിലുള്ള ഘടകങ്ങളിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. കാരുണ്യവാനായ റബ്ബ് സൂറ സജ്ദയിൽ അത് പറയുന്നുണ്ട്. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖ വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ثم جعل نسله من سلالة من ماء مهين ثم سواه ونفخ فيه من روحه وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരുന്നറിയോ? ആലോചിച്ചിട്ടുണ്ട് അർത്ഥം? നിങ്ങളുടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആരംഭിച്ചത് മണ്ണിൽ നിന്നാണ്. തുറാബ്, ത്വീൻ എന്ന് ചില സ്ഥലത്ത് പറയും, ത്വീൻ, ചില സ്ഥലത്ത് ത്വീൻ ലാസിബ്, ഹെമഇൻ മസ്നൂൻ, വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചീഞ്ഞ് നാറുന്ന, അല്ലെങ്കിൽ പിന്നെ മണ്ണിൻ്റെ സത്ത എന്നൊക്കെ ഓരോ വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. പിന്നീട് നസ്ലഹു, ഇവൻ്റെ വംശത്തെ നിലനിർത്തുന്നത് മിമ്മാ ഇൻ മഹീൻ, നിന്ദ്യമായ ഹീനമായ ദ്രാവകത്തിലൂടെയാണ്. ഇവിടെ പറയുന്നു ഇന്ന ഖലഖ്നാകും മിൻ തുറാബ്, മനുഷ്യനെ നാം സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. തീർന്നില്ല. സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗ, 3 സ്റ്റേജുകൾ പറയണം. പിന്നീട് മനുഷ്യനെ നാം സൃഷ്ടിച്ചത് നുത്ഫയിൽ നിന്നാണ്. നുത്ഫ എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ബീജത്തിനും പറയും, സ്ത്രീയുടെ ബീജം അഥവാ അണ്ഡത്തിനും പറയും, രണ്ടും കൂടിച്ചേർന്ന സിക്താണ്ഡത്തിനും പറയും. 3നും പറയുന്ന പേരാണ് നുത്ഫ. ആദ്യത്തെ ഒരു സ്റ്റേജാണത്. മനുഷ്യൻ്റെ രൂപീകരണത്തിൽ, അവൻ്റെ ജന്മത്തിൻ്റെ ആദ്യ സ്റ്റേജാണ് നുത്ഫ എന്ന് പറയുന്നത്. തുറാബ് കഴിഞ്ഞാൽ പിന്നെ നുത്ഫ. 2 മിൻ സുമ്മ മിൻ അലഖ എന്നാണ്. അലഖ എന്നുള്ള വാക്ക് സൂറത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലഖ് അവിടെ പറയുന്നുണ്ട്. അലഖ എന്ന് പറഞ്ഞാൽ അട്ടക്ക് പറയാറുണ്ട്, അട്ട, ലീച്ച്. അട്ടയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കുക ചെയ്യുക. വേറൊന്നിൻ്റെ ചോര കുടിച്ചിങ്ങനെ വളരുന്ന അട്ട, അതിന്മേൽ തൂങ്ങി പിടിച്ച് നിൽക്കുക ചെയ്യുക. ഇതുപോലെ മനുഷ്യ ഭ്രൂണത്തിൻ്റെ വളർച്ചയിൽ, നമ്മുടെയൊക്കെ വളർച്ചയിൽ ഒരു സ്റ്റേജ് ഇതായിരുന്നു, അലഖ എന്ന് പറയുന്ന സ്റ്റേജ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു അട്ടയെപ്പോലെ തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നത്. അലഖ, തൂക്കിയിടപ്പെട്ടതിന് മുഅല്ലഖ് എന്ന് പറയാറുണ്ട്. തൂങ്ങിക്കിടക്കുന്നത്, സസ്പെൻഡഡ്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, പിന്നെ കടിച്ചു തൂങ്ങുന്നത് എന്നൊക്കെ വാക്കിനർത്ഥമുണ്ട്. അങ്ങനെയുള്ളൊരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, 3ാമത്തെ സ്റ്റേജായിട്ട് പറയുന്നത് മുദ്ഗത്ത് എന്നാണ്. മുദ്ഗത്ത് എന്ന് പറഞ്ഞാൽ ചവക്കപ്പെട്ട മാംസ കഷ്ണം എന്നാണ്. ച്യൂയിങ്കം നമ്മൾ കാണാറുണ്ടല്ലോ. ഒരു ച്യൂയിങ്കം നമ്മൾ വായിലിട്ട് ചവച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ അടയാളങ്ങൾ അതിൽ പതിയും, എല്ലാ ഭാഗത്തും പതിയും. അതുപോലെ പല്ലിൻ്റെ അടയാളം പതിഞ്ഞതുപോലെയുള്ള ഒരു മാംസ കഷ്ണം മുദ്ഗ. ആ മുദ്ഗത്തിനെ സംബന്ധിച്ച് മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിക്കപ്പെടുന്നതും അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെടാതിരിക്കുന്നതും. അവിടെ നിന്നാണ് പിന്നെ ചിലത് തീരുമാനവും, ചിലത് സൃഷ്ടിക്കപ്പെടില്ല, അത് ഛിദ്രിച്ച് പോവും. ഇതിനെ സംബന്ധിച്ച് മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുകയാണ്. ഫഇന്നാ ഖലഖ്ന, ആരോടാ പറയുന്നത്? ഹേ മനുഷ്യരെ, നിങ്ങൾക്ക് പുനരുത്ഥാനത്തെ സംബന്ധിച്ച്, വീണ്ടും മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ, നിങ്ങൾ ആദ്യം നിങ്ങളെപ്പറ്റി ഓർക്കുക. ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ. നിങ്ങളെ മണ്ണിൽ നിന്ന് നാം സൃഷ്ടിച്ചു. മാത്രമല്ല
പിന്നീട് നുതുഫയിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ ഒരു 9 മാസം കൊണ്ട് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്ന സ്റ്റേജ്. അതിനെ സംബന്ധിച്ച് ഓരോന്ന് പറയുകയാണ്. 3 പറഞ്ഞു ഇവിടെ. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ്റെ രൂപീകരണം എങ്ങനെയാണ്, ഒരു കുഞ്ഞ് ജനിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് പലതരത്തിൽപ്പെട്ട വിശ്വാസങ്ങളിലും അതിൽ ഏറ്റവും പ്രബലമായൊരു വിശ്വാസം എന്ന് പറയുന്നത് അത് ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാണെന്നാണ്. അക്കാലം വരെ മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് ആർത്തവരക്തം കട്ട പിടിച്ചിട്ടാണ് കുഞ്ഞുണ്ടാവുന്നത് എന്ന് വിശ്വസിച്ചിരുന്നൊരു കാലമുണ്ട്. അതാണ് അന്ന് തെളിയിക്കപ്പെടുക. ആ സമയത്താണ് ഇത് ആയത്തുകൾ ഇറങ്ങുന്നത്. അന്ന് വേറെ ശാസ്ത്രീയമായിട്ട് പലതരത്തിൽപ്പെട്ട ഉപകരണങ്ങളുടെ സാന്നിധ്യത്തിൽ പഠിച്ചെടുക്കാനുള്ള സന്ദർഭമില്ല. അതുകൊണ്ട് അന്ന് ഇത് ആളുകൾ മനസ്സിലാക്കി. കാരണം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ, സ്റ്റേജുകളിൽ ഇത് ഗർഭചിത്രം സംഭവിക്കുന്ന സന്ദർഭത്തിൽ, അലസിപ്പോകുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കാറുണ്ടായിരുന്നു ഓരോരോ സ്റ്റേജിനെ സംബന്ധിച്ച്. ഖുർആൻ വെറും 3 സ്റ്റേജ് ഇവിടെ പറഞ്ഞു. ഇത് ഏറ്റവും പ്രബലമായ 3 സ്റ്റേജുകളാണ്, ഘട്ടങ്ങളാണ്. ധാരാളം സ്റ്റേജസ് ഉണ്ട്, ഓരോ ദിവസവും ഓരോന്ന്. ആരാണ് ഉണ്ടാക്കിയത്? ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ് സുമ്മ മിൻ നുത്ഫത്തിൻ സുമ്മ മിൻ അലഖത്തിൻ സുമ്മ മിൻ മുദ്ഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ. എന്നിട്ട് നോക്ക്, ലിനുബയ്യിന ലക്കും. എന്തിനാ ഇത് പറയുന്നത്? ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദീകരിക്കുകയാണ്, നിങ്ങൾക്ക് വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യ ഭ്രൂണത്തിനെ സംബന്ധിച്ച് എംബ്രിയോളജി, ഭ്രൂണശാസ്ത്രം, അതിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ മാത്രമല്ല തൊട്ട് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറ അൽ മുഅ്മിനൂനിൽ കുറച്ചുകൂടി വിശദമായി പരാമർശിക്കുന്നുണ്ട്. അതുപോലെ വേറെ സ്ഥലത്ത് സൂറത്ത് അൽ ഇൻസാൻ അവിടെ ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. ഭയങ്കര വായിട്ട് അലക്കുകയാണ് മനുഷ്യന്മാർ. എന്താ? ഇനി ജീവിക്കൂല, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുന്ന ഈ മനുഷ്യൻ അവൻ്റെ ആദ്യ കാലത്തെ സംബന്ധിച്ച് ആലോചിക്കട്ടെ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ, ഒരു കാലം ഇവന് കഴിഞ്ഞു പോയിട്ടില്ലേ? ലം യകുൻ ശൈഅൻ മദ്കൂറ, പ്രസ്താവ്യമായ പറയാൻ പോലും യോഗ്യമല്ലാത്തൊരു സ്റ്റേജ് കഴിഞ്ഞില്ലേ നമുക്കൊക്കെ? ഇന്ദ്രിയത്തുള്ളിയുടെ ഘട്ടത്തെ പറയുന്നത് മദ്കൂറ. ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി. അംശാജിൻ നബ്തലി, നുത്ഫത്തിൻ അംശാജ് എന്നാണ് സിക്താണ്ഡത്തിനാ പറയുക. പുൻബീജവും അതുപോലെ സ്ത്രീകളുടെ അണ്ഡവും കൂടി ചേർന്ന അവസ്ഥ ഉണ്ടല്ലോ, വളരെ നിസ്സാരമായ ഒരു ഭൂതക്കണ്ണാടി വെച്ച് മാത്രം കാണാൻ കഴിയുന്ന ആ സ്റ്റേജിനെ പറയും അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. അവിടെ നിന്ന് ആരാക്കി നമ്മളെ? പിന്നെ ആരൊക്കെ ആയത് നോക്ക്. എന്തെല്ലാം കഴിവുള്ളത് ഈ മസ്തിഷ്കം, എന്തല്ല നമ്മുടെ കണ്ണ്, ഇതൊക്കെ എവിടെന്നാ? ഈ ഇന്ദ്രിയത്തുള്ളിയിലാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഇന്ദ്രിയത്തുള്ളിൽ, നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിൽ, അതിനെപ്പറ്റി ചോദിക്കുക നിങ്ങൾ, ഇതാരാ ഉണ്ടാക്കിയത്? എന്തെല്ലാം കഴിവുകളാണ് നമ്മുടെ കൈയും കാലും, കണ്ണും നമ്മുടെ കാതും നമ്മുടെ നാവും നമ്മുടെ സംസാരം, എന്തെല്ലാം കഴിവുകളുണ്ടോ അത് അത്രയും ഇവിടുന്ന് ഉത്ഭവിക്കുന്നത്. അത് ലിനുബയ്യിനൽക്കും നാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി. വനുഖിറു ഫിൽ അർഹാമി മാ നശാ, ഇനി പറയാണ്, എന്നിട്ട് അതിനെ നാം നിക്ഷേപിച്ചു. അഖറ യുഖിറു, താമസിപ്പിച്ചു, വസിപ്പിച്ചു, നിക്ഷേപിച്ചു എന്നൊക്കെ പറയാം. നുഖിറു, നാം നിക്ഷേപിച്ചു, നാം വസിപ്പിച്ചു. എവിടെ? ഫിൽ അർഹാം, ഗർഭാശയങ്ങളിൽ. റഹിം, അർഹാം, ഗർഭാശയങ്ങളിൽ പടച്ചറബുണ്ടാക്കിയൊരു പാത്രമാണത്. അവിടെ അള്ളാഹു നിക്ഷേപിക്കുകയാണ്. മാ നശാഉ, നാം ഉദ്ദേശിക്കുന്നതിനെ, എല്ലാം ഇല്ല, നാം വിചാരിക്കുന്നതേ അവിടെ ഉണ്ടാവൂ. ഇലാ അജലിൻ മുസമ്മ, ഏതുവരെ? ഒരു അവധി വരെ. നമ്മളല്ല അവധി തീരുമാനിക്കുന്നത്. ചിലപ്പോൾ അത് സമയമെത്തുന്നതിന് മുമ്പ് തന്നെ നശിച്ചു പോവാം, സമയമെത്തുന്നതിന് മുമ്പേ തന്നെ അത് അലസി പോവാം. പക്ഷേ ഇല അജലി മുസമ്മ, ഞാൻ വെക്കുന്ന ഡേറ്റ് വരെ, ഞാൻ വെക്കുന്ന അവധി വരെ, അതാ അവിടെ അതിന് നാം നിക്ഷേപിച്ചു. സുമ്മ നുഖ്രിജുക്കും തിഫ്ല,
പിന്നീടതാ അവിടെ നിന്ന് നാം നിങ്ങളെ പുറപ്പെടുവിച്ചു. നുഖരിജുക്കും, നാം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. തിഫ്ല, ഒരു കുഞ്ഞായി, ഒരു കുട്ടിയായിട്ട് നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നു. സുമ്മ, പിന്നീട് ലിതബ്ലുഗു അശുദ്ധ, പിന്നെ അടുത്ത സ്റ്റേജ് പറയാ. അതിൻ്റെ അടുക്ക് കുറേ കാലങ്ങളുണ്ട്. നമ്മളിപ്പോൾ എത്ര അല്ലേ ഒന്ന് ആലോചിച്ചു, നമ്മുടെ ജന്നത്തിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ എത്ര കാലം കഴിഞ്ഞ് അള്ളാഹു ഒറ്റ ആയത്തിൽ ഒതുക്കിയത്, ഒറ്റ ആയത്തിൽ. സുമ്മ ലിതബ്ലുഗു, എന്നിട്ട് നിങ്ങൾ എത്തിച്ചേരുന്നു, അല്ലെങ്കിൽ പ്രാപിക്കുന്നു. ബലഗ യബ്ലുഗു, പ്രാപിക്കുക, എത്തുക. ലിതബ്ലുഗു അശുദ്ധക്കും. അശുദ്ധക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങളുടെ ഒരു പ്രായത്തിൽ ഏറ്റവും കരുത്തോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാലത്തിനാണ് പറയുക അശുദ്ധ് എന്ന് പറയാം. അത് ഒരു മനുഷ്യൻ്റെ യൗവനഘട്ടമാണ്. എല്ലാ അവയവങ്ങളും പൂർണ്ണത പ്രാപിച്ച് കരുത്തോടുകൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന യൗവനം, അതാണ് ലിതബ്ലുഗു അശുദ്ധക്കും. പിന്നീട് നിങ്ങളുടെ യൗവനം പ്രാപിച്ചു. ലിതബ്ലുഗു അശുദ്ധക്കും. വമിൻകും മൻ യുതവഫ, ചില ആളുകൾ മരണപ്പെട്ടു പോകും. വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യുതവഫ, മരണപ്പെടുന്നവരുണ്ട്. അള്ളാഹു തിരിച്ച് വിളിക്കുന്ന ആളുകളുണ്ട്. കൗമാരത്തിൽ, യൗവനത്തിൽ, ബാല്യത്തിൽ, ശൈശവത്തിലൊക്കെ പടച്ചറബ് ചില ആൾക്കാരെ കൊണ്ടു. എത്ര ആൾക്കാർ നമ്മളുടെ അടുത്തുനിന്ന് പോകുന്നു. മൻ യുതവഫ വമിൻകും, വേറെ ചിലരോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുമുണ്ട്. മൻ, ചിലർ, യുറദ്ദു, അവർ നീട്ടിയിടപ്പെടും. ഇലാ അർദലിൽ ഉമുർ, ഇല അർദലിൽ ഉമുർ. അർദൽ എന്ന് പറഞ്ഞാൽ അവശതയുള്ളതാണ്. ശരിക്കും അർദൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹീനമായ, ഏറ്റവും നികൃഷ്ടമായ എന്നൊക്കെ അർത്ഥം. അർദലിൽ ഉമുർ, വയസ്സിൻ്റെ ഏറ്റവും നികൃഷ്ടമായ അവസ്ഥയിലേക്ക്, അങ്ങേയറ്റത്തെ പ്രായാധിക്യത്തിലേക്ക് കൊണ്ടുപോകും. എത്ര വയസ്സ്, കുറേ പ്രായമായില്ലേ എന്ന് പറയും. ഇല്ല അർദലിൽ ഉമർ, അവശതയോടുകൂടിയുള്ള വാർദ്ധക്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുമുണ്ട്. വമിൻകും, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ യുറദ്ദു, മടക്കപ്പെടുന്നവർ, നീട്ടിവെക്കപ്പെടുന്നവർ. ഇല അർദലിൽ ഉമർ, പ്രായാധിക്യത്തിൻ്റെ അവശതകളിലേക്ക്. ലികൈല യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, എത്രത്തോളം പ്രായാധിക്യം? ആ പ്രായാധിക്യം ഇത്രത്തോളം, ലി എന്ന് പറഞ്ഞാൽ വേണ്ടി എന്നുള്ള അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണത്തിനല്ല, അത്രത്തോളം അല്ലെങ്കിൽ അതുവരെ എന്നുള്ള അർത്ഥത്തിൽ. ലികൈല, അറിയാതിരിക്കുവോളം. യഅലമ, ലികൈല യഅലമ, അറിയാതിരിക്കുവോളം. എന്ത്? മിൻ ബഅദി ഇൽമിൻ, അറിവുള്ളതിന് ശേഷം അറിയാതിരിക്കുവോളം. ഷൈഅ, ഒന്നും എന്ന് പറഞ്ഞാൽ ഇയാളുടെ യൗവനകാലത്ത്, ഒരു നല്ല കാലത്ത് 10-60 വയസ്സ് വരെ ഇയാൾ ആരായിരുന്നു അറിയും? നല്ല മനുഷ്യൻ, എല്ലാ അറിവൊക്കെ ഭയങ്കരമായിട്ട്, ധാരാളം അറിവ്, വ്യത്യസ്തമായ ഭാഷകൾ പഠിച്ച വലിയൊരു പണ്ഡിതൻ, ഒരു സ്കോളർ. പക്ഷേ ഇപ്പോൾ ഇതാ അദ്ദേഹം വയസ്സ് അങ്ങെത്തിയപ്പോൾ ഒന്നും അറിയില്ല, ഒരു കുട്ടിയുടെ ജ്ഞാനം പോലുമില്ല. ലികൈല യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. അതാണ് ഒരു മനുഷ്യൻ്റെ സ്റ്റേജിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇനി എൻ്റെ ഉദാഹരണം പറയുന്നത്. അപ്പോൾ എന്താ നോക്ക്, എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് പുനരുത്ഥാനത്തെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ എന്നുണ്ടാ തുടങ്ങിയത്. മരണത്തിന് ശേഷം വീണ്ടും നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ? ഇതല്ലേ നിങ്ങളുടെ സംശയം. എത്ര ആൾക്കാരുണ്ട് നമ്മളെ കൂടെ സംശയിക്കുന്ന ആൾക്കാർ? ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പറ്റിയെല്ലാം പറയുന്നത്. നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, ബഹുഭൂരിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് പലതരത്തിലാണ് സംശയം. ഒന്ന്, ചില ആളുകൾ ഈ പരലോകവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ധാരണകൾ വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. ചിലരുടെ ധാരണ മനുഷ്യൻ അങ്ങനെ പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല, ഇവൻ്റെ മരണത്തിന് ശേഷം ആത്മാവ് വേറെ ഏതോ ജീവികളായിട്ട്, വേറെ ഏതോ മനുഷ്യരായിട്ട് നന്മക്കും തിന്മക്കും അനുസരിച്ച് വീണ്ടും പുനർസൃഷ്ടിക്കപ്പെടും, പുനരുജ്ജീവിക്കും എന്ന് പറയുന്നുണ്ട്. അതൊരു മറ്റൊരു നിഷേധമാണ്. അതുപോലെ വേറെ ചില ആളുകൾ പറയും, ഇനി പുനരുജ്ജീവിപ്പിക്കപ്പെട്ടാൽ തന്നെ ഞങ്ങൾ അവിടെ രക്ഷപ്പെടുത്താൻ വേറെ ആളുകൾ വരും. ഇങ്ങനെ പലതരത്തിൽപ്പെട്ട വിശ്വാസങ്ങൾ, സന്ദേഹങ്ങൾ, സംശയങ്ങളൊക്കെ ആളുകൾക്ക് പരലോകവുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ആരായിരുന്നോ? അതാണ് നിങ്ങളിപ്പോൾ എങ്ങനെ എത്തിയത്? ആരാ ഉണ്ടാക്കിയത്? ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ? ഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചത്. പിന്നീട് ഓരോ സ്റ്റേജ് പറയാം, മിൻ നുത്ഫ, സുമ്മ മിൻ അലഖ, സുമ്മ മിൻ മുദ്ഗ. എന്നിട്ടോ നിങ്ങൾ നുഖിറു ഫിൽ അർഹാമി മാ നശാ, ഗർഭാശയത്തിൽ അവിടെ വസിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒരു കാലം, എല്ലാവരും ഇന്ന കാലം എന്നൊന്നുമില്ല, ഒരു കാലം അള്ളാഹു വെക്കുന്ന ഒരു കാലം, അത്ര അവിടെ വെച്ചു. എന്നിട്ട് കുട്ടിയായിട്ട് പുറത്തു കൊണ്ടുവന്നു. നിങ്ങളുടെ യൗവനം പ്രാപിച്ചു. ഓരോ സ്റ്റേജ് ആലോചിച്ച് നോക്ക്, പടച്ചറബാണത്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് നല്ല വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ചില ആളുകൾക്ക് നേരത്തെ മരിച്ചു പോകും. ഒമിൻകും മൻ യുതവഫ, ചില ആളുകൾ നേരത്തെ മരിച്ചു പോവും. ചില ആളുകൾ യുറദ്ദു ഇല അർദലിൽ ഉമുർ, അങ്ങേയറ്റത്തെ അവശതയുടെ പ്രായത്തിലേക്ക് തള്ളപ്പെടുന്ന ആളുകളുണ്ട്.
അവർക്ക് എന്താ സംഭവിക്കാന്നറിയോ? എത്രത്തോളം അവർ പോവുക, ലികൈല യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. നേരത്തെയുള്ള വിജ്ഞാനത്തിന് ശേഷം അറിവൊക്കെ നേടിയവരാണ്, പക്ഷേ ആ അറിവ് നേടിയതിനു ശേഷം യാതൊന്നും അറിയാത്തവരായിട്ട് മാറുന്നു. അൾഷിമേഴ്സ് ബാധിച്ച ആളുകൾ. ഞാനിപ്പോൾ എവിടെ ഉള്ളത്, ഇതേതാ പോരാ, ഈ ആരാ, മകനോട് ചോദിക്കുക ഈ ആരാ. ചിലപ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുക, കുട്ടികളെക്കാൾ വളരെ മോശമായ രൂപത്തിൽ പെരുമാറുക. കണ്ടില്ല നിങ്ങൾ? മലമൂത്ര വിസർജനം സംബന്ധിച്ച് അറിയുന്നില്ല, അതൊക്കെ വളരെ മോശമായ രൂപത്തിൽ കൈകാര്യം ചെയ്യുക, എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് മുമ്പിലുള്ളതാ. അള്ളാഹു പറയാണ്, യുറദ്ദു മിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമൂർ ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ. ഒന്നും അറിയാത്തവരായി മാറുക. അങ്ങനെയും സ്റ്റേജ് ഉണ്ട്. മനുഷ്യൻ്റെ വ്യത്യസ്ത സ്റ്റേജ് പറയാം. ഇതിൽ നമുക്കെന്ത് പങ്കുള്ളത്? ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറയും. ഒരു മനുഷ്യന്, നമ്മളൊക്കെയാണ്, നമ്മളെ പറ്റിയിട്ടാണ് പറയുന്നത്. എൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഈ ഓരോ അവസ്ഥയിൽ, ഓരോ ഘട്ടത്തിലും എൻ്റെ പങ്ക് എന്താണ്? ഇത് മാത്രമല്ല കേട്ടോ, മനുഷ്യനുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഓരോരുത്തരും മറ്റൊരുത്തരും വ്യത്യസ്തനാണ്. നമ്മുടെയൊക്കെ വ്യത്യാസം അളവക്കുന്നത് ഒന്ന് നമ്മുടെ വിരലടയാളം നോക്കിയിട്ടാണ്. ബയോമെട്രിക്സ് എടുക്കും, ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. ചിലപ്പോൾ നമ്മുടെ കണ്ണ് നോക്കിയിട്ടായിരിക്കും എടുക്കുക, വ്യത്യസ്തമാണ്. ഇങ്ങനെ ഓരോ മനുഷ്യനും വ്യത്യസ്തതകൾ കൊടുത്തിട്ട് പടക്കുകയാണ്. തീർത്തും വ്യതിരിക്തതകൾ നൽകിയിട്ട് സൃഷ്ടിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആലോചിച്ച് നോക്കുക, അങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ നൽകിയിട്ട് ഇങ്ങനെ സൃഷ്ടിച്ച റബ്ബിനെ അറിയാത്തൊരു മനുഷ്യനെ പറ്റി പിന്നെ ഓൻ എന്തറിഞ്ഞിട്ടാ? ലോകത്തുള്ള സകല ഗ്രന്ഥങ്ങളും അറിയാം, എല്ലാ ഭാഷയും പഠിച്ചിട്ടുണ്ട്, ഒക്കെ പഠിച്ചിട്ടും ഈ റബ്ബിനെ, സ്വന്തം സൃഷ്ടാവിനെ പറ്റിയിട്ട്, എന്നെ സൃഷ്ടിച്ച റബ്ബിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തറിവാണതിന്? ആ റബ്ബാണ് നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് ബഅസ്, പുനരുത്ഥാനം എന്നത് ഉള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ആലോചിച്ചാൽ മതി. എന്നിട്ട് അതിനൊരു സമാനമായൊരു ഉദാഹരണം കൂടി വെക്കുകയാണ്. വതറൽ അർള ഹാമിദതൻ ഫഇദാ അൻസൽനാ അലൈഹൽ മാഅ اهتزت وربت وأنبتت من كل زوج بهيج. ഏതുപോലെയെന്നറിയോ? വേണമെങ്കിൽ ഇതാ നിങ്ങൾക്ക് സമാനമായിട്ട് വേറൊന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ വലിയ ആൾക്കാരാണല്ലോ, വലിയ കഴിവുള്ള ആളുകളാണ്. പക്ഷേ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ നിസ്സാരമായി കാണുന്ന ചെടികളൊക്കെ അല്ലേ, അതിനെപ്പറ്റി പറയാം. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. വതറൽ അർള, ഈ ഭൂമിയെ നിനക്ക് കാണാം. തറൽ അർള, നിങ്ങൾക്ക് ഭൂമിയെ കാണാലോ. എന്താ കാണുന്നത്? ഹാമിദത്തൻ, ഭൂമി ഹാമിദത്തായിരുന്നു. ഹാമിദത്ത് എന്ന് പറഞ്ഞാൽ വരണ്ട് കിടക്കുക. അത് മരണത്തിനും അതുപോലെ ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു സ്റ്റേജിനെ പറ്റി പറയാറുണ്ട്, ഹാമിദത്ത് എന്ന്. ഇവിടെ വരണ്ടുണങ്ങിയ, ബാരൻ ആയിട്ടുള്ള വന്ധ്യയായ ഭൂമി, ഒന്നുമില്ല അതിൽ, ഉണങ്ങിക്കിടക്കുന്ന ഭൂമി. എന്നിട്ട് പറയാണ് ഫഇദാ അൻസൽന, അങ്ങനെ ഇദാ അൻസൽന, നാം ഇറക്കിയാൽ, ഫഇദാ അൻസൽന അലൈഹ, ആ ഭൂമിയുടെ മുകളിലേക്ക് നാം ഇറക്കിയാൽ, അൽ മാഅ, വെള്ളം. പറയണം അല്ലാഹു, വരണ്ട് കിടക്കുന്ന ഉണങ്ങിയ ഭൂമി. തറൽ അർള ഹാമിദതൻ ഫഇദാ അൻസൽന അലൈഹൽ മാഅ, അതിൻ്റെ മുകളിലേക്ക് നാം വെള്ളം ഇറക്കിയാൽ, മഴ വർഷിപ്പിച്ചാൽ, ഒറ്റ മഴ പെയ്താൽ മതി. എന്താ നോക്ക്, ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്. മനോഹരമായൊരു ദൃശ്യം പറയാം. ഒരൊറ്റ മഴ പെയ്താൽ മതി, ആ വരണ്ടുണങ്ങിയ ഭൂമിയിൽ ഇഹ്തസ്സത്, ശരിക്കും ഇഹ്തസർ ഇളകുകയെന്നാണ് പറയാം. ഹുസി ഇലൈക്ക് ജിസ്ഇൻ നഖ്ല പറയുന്നുണ്ട്, സൂറത്ത് മറിയമിൽ നമ്മൾ പഠിച്ചു. നീ അത് ആ മരം പിടിച്ച് കുലുക്കുക, ആ ഈത്തപ്പനത്തടി പിടിച്ച് കുലുക്കുക എന്ന് പറയുന്നത്. ഇഹ്തസ്സത്, അത് ഇളകുന്നു എന്ന് പറഞ്ഞാൽ അത് തുടിക്കുന്നു. വറബത്ത്, അത് വികസിക്കുന്നു. ഭൂമി വെള്ളം വീണ് കഴിഞ്ഞാൽ ഭൂമി തുടിക്കും. അതിനൊക്കെ മാറ്റം വന്നിട്ട് അടിയിലുള്ള വിത്തുണ്ടല്ലോ, അതിങ്ങോട്ട് മുളച്ച് വരാൻ വേണ്ടിയിട്ട് ചെറിയ മാറ്റങ്ങൾ വരുന്ന കണ്ടില്ല നിങ്ങൾ? ഉണങ്ങിക്കിടക്കുന്ന ഭൂമി ചെറുതായിട്ട് വിണ്ട് കീറും, ഇളക്കം സംഭവിക്കും. എന്നിട്ട് അതാ ഒരു മുകുളം അങ്ങോട്ട് മുകളിലേക്ക് വരികയാണ്. ഇഹ്തസ്സത് വറബത് വഅംബതത്, അത് മുളപ്പിക്കുന്നു. മിൻ കുല്ലി സൗജിൻ ബഹീജ്, എന്തൊക്കെ ജാതി, കുല്ലി സൗജിൻ, എല്ലാ തരത്തിൽപ്പെട്ട ഇണകളെയും, ബഹീജ്, മനോഹരമായ
ഏറെ സന്തോഷകരമായ, ബഹീജനൽ വളരെ കൗതുകകരമായ എല്ലാ തരത്തിൽപ്പെട്ട സൗജ് സസ്യ ജോഡികളെയും അത് മുളപ്പിക്കുന്നു. അതുപോലെയാണ് ഇത് എന്ന്. ഏത്? വരണ്ട ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിക്കുമ്പോൾ എങ്ങനെയാണോ അവിടെ സസ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, അള്ളാഹു മഴ അങ്ങോട്ട് ഇറക്കിയപ്പോൾ അതാ സസ്യങ്ങൾ. മഴയിൽ സസ്യമില്ല, ഭൂമിയിലും സസ്യമില്ല. പക്ഷേ മഴയും ഈ ഭൂമിയും ഒരുമിച്ച് ചേർന്നപ്പോൾ പുതുതായിട്ട് ഇതാ സസ്യം പുറത്തേക്ക് വന്നു. അതുപോലെ മനുഷ്യ സൃഷ്ടിപ്പിനെ ആവർത്തിക്കുവാൻ, വീണ്ടും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവരാണ് നാം എന്ന് അല്ലാഹു പറയാ. 2 ഉദാഹരണങ്ങളാണ് കൊടുത്തത്. ഒന്ന്, നിന്റെ തന്നെ എൻ്റെ തന്നെ സൃഷ്ടിപ്പാ. നിനക്ക് ബഅസിനെ സംബന്ധിച്ച്, പുനരുത്ഥാനത്തെ സംബന്ധിച്ച് സംശയം ഉണ്ടെങ്കിൽ നിന്റെ തന്നെ സൃഷ്ടിപ്പിനെ പറ്റി ആലോചിച്ചാൽ മതി. 2, നീ കാണുന്നില്ലേ നിന്റെ ചുറ്റിലും സസ്യങ്ങൾ മുളച്ചു വരുന്നത്? അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, ഒരു വിത്തും നമ്മൾ കാണുന്നില്ല, ഒന്നും കാണുന്നില്ല ഈ ഭൂമിയിൽ. അങ്ങനെ കാണാതെ കിടക്കുന്ന പല ഘടകങ്ങളെ പടച്ചറബ് മഴ വർഷിപ്പിച്ചിട്ട് മുളപ്പിക്കുകയാണ്. അതുപോലെ ഈ ഭൂമിയിൽ എന്നോ ലയിച്ചു ചേർന്ന ആളുകളുണ്ട്. കോടിക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അവരെ എല്ലാവരെയും പടച്ചറബ് കൊണ്ടുവരും. ഏതുപോലെ ആ സസ്യത്തെ മുളപ്പിക്കുവാൻ ഇഹ്തസ്സത്ത് വറബത്ത് വ അംബതത്ത്, അത് വികസിച്ച് തുടിച്ച് വികസിച്ച് വളർന്ന് ഏറ്റവും മനോഹരമായ കാഴ്ചയായിട്ട് മാറുന്നത് പോലെ മനുഷ്യരെ ജീവിപ്പിക്കുമെന്നാണ് ആയത്തിൽ പറഞ്ഞത്. എന്നിട്ട് പറയാണ്, എന്തിനാണിത്? ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّهُ يُحْيِي الْمَوْتَى وَأَنَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ وَأَنَّ السَّاعَةَ آتِيَةٌ لَا رَيْبَ فِيهَا وَأَنَّ اللَّهَ يَبْعَثُ مَنْ فِي الْقُبُورِ. 5 കാര്യങ്ങളുണ്ട്. 5 കാര്യങ്ങൾക്ക് തെളിവാണ് പറഞ്ഞത്. ഏത് 5 എണ്ണം? 1, ذَلِكَ, അത് ബി അന്നല്ലാഹ ഹുവൽ ഹഖ്. ഇങ്ങനെയൊക്കെ എന്താ നടക്കുന്നത്? എത്ര വ്യവസ്ഥാപിതമായ സൃഷ്ടിയാണ് നമ്മൾ ഓരോരുത്തർ ആലോചിച്ച് നോക്കുക. ഇത്ര ഓരോരുത്തരെ കണ്ടാൽ തിരിച്ചറിയാം. നമ്മുടെ ഫേഷ്യലായിട്ടുള്ള അല്ലേ, മുഖം കണ്ട് തിരിച്ചറിയാം. ഫിംഗർ പ്രിൻ്റ്, DNA എന്തെല്ലാമാണ്. ഓരോരുത്തരെ ഇങ്ങനെ വ്യത്യസ്തരാക്കിയിട്ട്, വ്യത്യസ്ത സ്വഭാവക്കാരാക്കിയിട്ട്, പലതരത്തിൽപ്പെട്ട കഴിവുകളുള്ള മനുഷ്യരാക്കി സൃഷ്ടിച്ച അല്ലാഹു ഉണ്ടല്ലോ, അത് തെളിയിക്കുന്നത് 1, അന്നല്ലാഹ ഹുവൽ ഹഖ്. അല്ലാഹു യാഥാർത്ഥ്യമാണ്, ദൈവം എന്നത് യാഥാർത്ഥ്യമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. ദാലിക, ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ബി അന്നല്ലാഹ ഹുവൽ ഹഖ്, അല്ലാഹു ഹഖാണ് എന്നതുകൊണ്ടാണ്. വ അന്നഹു യുഹ്യിൽ മൗത. 2, അവൻ മൗത, മരിച്ചതിനെ ജീവിപ്പിക്കുമെന്നാണ് ഇത് തെളിയിക്കുന്നത്. നിർജീവമായ മണ്ണിൽ മഴത്തുള്ളികൾ വീഴുമ്പോൾ അത് ആ നിർജീവമായ മണ്ണ് ജീവനുള്ളതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, സസ്യങ്ങളെ മുളപ്പിക്കുന്നു. യുഹ്യിൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നതിൻ്റെ തെളിവാണിത്. പടച്ചറബ് ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ. നമ്മുടെ ഈ മനുഷ്യ ശരീരത്തെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചുള്ള പഠനം ഇന്ന് വരെ പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക്, നമ്മൾ ഫിംഗർ പ്രിൻറ്റിനെ പറ്റി പറഞ്ഞല്ലോ, അടുത്ത കാലത്താണ് ഫിംഗർ പ്രിൻറ്റ് നമ്മളെ തിരിച്ചറിയാനുള്ള ഒരു ബയോമെട്രിക്സ് ആയിട്ട് രൂപപ്പെടുത്താൻ തുടങ്ങിയത്. ആദ്യകാലത്തൊന്നും ആളുകൾക്ക് അറിയില്ലല്ലോ അത്. അതുപോലെ തന്നെയാണ് അറിയപ്പെടാത്തൊരു വേറെ പ്രിൻ്റ് നമ്മളിലുണ്ട്. നമ്മുടെ നെറ്റിത്തടത്തിലൊരു പ്രിൻ്റ് ഉണ്ടത്രേ, അത് വായിക്കപ്പെട്ടിട്ടില്ല. അത് ഇന്നോ വായിക്കപ്പെടുമായിരിക്കും, ആ വായിക്കപ്പെടാതെ കിടക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന, തീർത്തും വ്യതിരിക്തനാക്കുന്ന വിധത്തിൽ സൃഷ്ടിച്ച റബ്ബ്. അത് തെളിയിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് 1, അന്നല്ലാഹ ഹുവൽ ഹഖ്, പടച്ചവൻ യാഥാർത്ഥ്യമാണ്. 2, വ അന്നഹു യുഹ്യിൽ മൗത, മരിച്ചവരെ അവൻ ജീവിപ്പിക്കുന്നു. 3, വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് അവൻ. അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്തിനും കഴിവുള്ളവനാണവൻ. എന്നെ ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞ റബ്ബിന്,
എത്രയോ ആളുകളുണ്ട്, പല കോലത്തിൽ അള്ളാഹു സൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ്. അലാ കുല്ലി ഷൈഇൻ ഖദീർ. പിന്നെ തീർന്നില്ല, 3 പറഞ്ഞു. 4 വ അന്ന സാഅത ആതിയ. നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ഞാൻ ചോദിച്ചത് ഇത്തഖൂ യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത സാഅതി ഷൈഉൻ അളീം. സാഅത്ത് അന്ത്യനാൾ. ആ അന്ത്യനാൾ എന്നത് ആതിയ, അത് വരുന്നതാണ്, സംഭവിക്കും, യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഒരു തെളിവായത്. എന്തിനാ അതിന് തെളിവാകുന്നത്? സാഅത്തിന് തെളിവായി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യനെ വ്യത്യസ്തമായ കഴിവുകൾ കൊടുത്ത് സൃഷ്ടിച്ച അള്ളാഹു സൃഷ്ടിച്ചു വിട്ടു. എന്തൊക്കെ ആൾക്കാർ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ ചിലപ്പോൾ എന്ത് മനുഷ്യനാവെന്ന് ചിലപ്പോൾ ചോദിക്കാറില്ല. എന്ത് മനുഷ്യനാണ്, അത്രക്കും വൃത്തികേട് കാണിക്കുന്നോണ്ടാ. ചില ആളുകൾ ഇയാൾ എത്ര നല്ല മനുഷ്യനാണെന്ന് പറയും ചില ആളുകളെ പറ്റിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അത്ര മഹത്തരമായ കാര്യങ്ങളാണ്. ഇത് രണ്ടും ഒരുപോലെ ആവരുത്. ഇവർക്ക് നീതി ലഭ്യമാക്കണം. ഇത്രയധികം പ്രയാസങ്ങൾ സഹിച്ച്, ത്യാഗങ്ങൾ സഹിച്ച്, മനുഷ്യനായിട്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യൻ എന്ത് കൊടുത്ത് ആദരിച്ചാലാ മതിയാവുക? അയാൾക്ക് കൊടുക്കേണ്ട പ്രതിഫലം ഏറ്റവും ഉചിതമായിട്ട് കിട്ടണമെങ്കിൽ ഒരു ലോകം വരാനുണ്ട്. അതുപോലെ അതിക്രൂരമായിട്ട് എത്രയോ തലമുറകളെ തന്നെ കൊന്നെടുക്കുന്ന ആളുകൾ മനുഷ്യർക്കിടയിലുണ്ട്. എത്രയോ തലമുറകളെ ഒരു തരത്തിൽപ്പെട്ട ലജ്ജയുമില്ലാതെ, മനുഷ്യത്വമില്ലാതെ പെരുമാറുന്ന ആളുകളുണ്ട്. അവർക്ക് എത്ര തവണ തൂക്കിക്കൊന്നാലാണ്, ശിക്ഷാവിധി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കിയാലാണ് അത് പകരമാവുക? അവർക്കൊക്കെ അർഹമായ ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളത് മനുഷ്യ മനസ്സുകളുടെ തേട്ടമാണ്. ഇതൊക്കെ പൂർണ്ണമാവണമെങ്കിൽ സാഅത്ത് ഉണ്ടാവണം. അതാണ് സാഅത്ത് ഉണ്ടാവും എന്നതാണ് മറ്റൊരു തെളിവ്. വ അന്ന സാഅത ആതിയത്തുൻ, സാഅത്ത് ഉണ്ടാവുക എന്നുള്ള തെളിവാണിത്. ലാ റൈബ ഫീഹ, അതിൽ യാതൊരു സംശയവുമില്ല. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ. 5-മത്തത് വ അന്നല്ലാഹ, അല്ലാഹു ആണ് എന്ന്, യബ്അസു പുനരുജ്ജീവിപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്, മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളവരെയെല്ലാം അല്ലാഹു പുനരുജ്ജീവിപ്പിക്കുമെന്ന്. നിർജീവമായ വസ്തുക്കളെ ജീവിപ്പിക്കുക നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് മനുഷ്യൻ ഉണ്ടാക്കുന്നതാവാം, ആദ്യത്തെ സൃഷ്ടിപ്പാവാം. പുനരുദ്ധാനത്തെ സംബന്ധിച്ച 2-മത് പറയുന്നത്, ആദ്യത്തെ സൃഷ്ടിപ്പ് നിർജീവമായതിൽ നിന്നാണ് വരുന്നത്. മിൻ തുറാബ് എന്ന് പറഞ്ഞല്ലോ, മണ്ണിൽ നിന്ന്. അതുപോലെ 2-മത് അങ്ങനെ ഉണ്ടായി മരിച്ചുപോയ, നശിച്ചുപോയ ഒന്നിനെ പുനഃസൃഷ്ടിക്കുന്നതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ, ഖബറുകളിലുള്ളതിനെ, മറഞ്ഞു കിടക്കുന്നവയെ അവൻ വീണ്ടും പുനഃസൃഷ്ടിക്കും എന്നതിനും തെളിവാണ്. 5 കാര്യങ്ങൾക്കുള്ള തെളിവായിട്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. എത്ര ആലോചിച്ചാലും മതി വരില്ല. നമ്മൾ എത്ര സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നമ്മൾ സജദ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അതിലൊരു സുജൂദ് തിലാവത്തുണ്ട്. ഇതിൽ തന്നെ വരുന്നുണ്ട് 2 സ്ഥലങ്ങളിൽ സുജൂദ് തിലാവത്ത്. ആ സുജൂദ് തിലാവത്തിൽ നമ്മൾ പറയുന്ന ദിക്റിൽ സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. ആരുടെ മുമ്പിലാണ് ഞാൻ എൻ്റെ നെറ്റി വെക്കുന്നത്? എൻ്റെ മുഖത്തെ ഞാനിതാ നമിച്ചിരിക്കുന്നു. സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. ഇതിനെ സൃഷ്ടിച്ച, കൃത്യമായി രൂപം നൽകി, എന്നെ കണ്ടാൽ നിങ്ങൾ തിരിച്ചറിയുന്നത് പോലെ, ഞാൻ നിങ്ങൾ ഓരോരുത്തരും കണ്ട് തിരിച്ചറിയുന്നത് പോലെ, സവ്വറ, അതിനൊരു സൂറത്ത് നൽകിയ, ഒരു തിരിച്ചറിവ്, ഒരു രൂപം നൽകിയ. ശഖ സമഅഹു വബസറഹു, അതിന് കണ്ണും കാതും കീറിയ, 2 കീറലുകളാണ്. ആ കീറലുകളിലൂടെ കേൾക്കാനും നമുക്ക് കാണാനും കഴിയുന്നു. ശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി, പടച്ചറബിൻ്റെ കഴിവ് കൊണ്ട്, അവൻ്റെ ശക്തി കൊണ്ട് ഇങ്ങനെ സംഭവിപ്പിച്ച അവൻ തബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അവൻ ഏറ്റവും മനോഹരമായി സൃഷ്ടിക്കുന്നവനാണ്. ഇതാണ് ആ പ്രാർത്ഥന. ആ പ്രാർത്ഥനയെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. പടച്ചറബ് സൃഷ്ടിച്ച വ്യത്യസ്തമായ ഘട്ടങ്ങളെ ഒന്ന് സ്വന്തത്തിനെ പറ്റി ആലോചിച്ച് നോക്കുക. നമ്മുടെ ജനനത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജിനെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ ആരാ വലിയ വമ്പന്മാരെ, എന്ത് അള്ളാഹു, എന്ത് ഖുർആൻ, എന്ത് റസൂല്, വളരെ പരസ്യമായിട്ട് പടച്ചറബിനെയും റസൂലിനെയും പരിഹസിക്കുന്ന, വെല്ലുവിളിക്കുന്ന, മരണാനന്തര ജീവിതത്തെ തള്ളിപ്പറയുന്ന ആളുകൾ എത്രയുണ്ട് ഇവിടെ. അവരോട് ചോദിക്കുകയാണ് അള്ളാഹു, നിങ്ങൾ ആരായിരുന്നു?
നിങ്ങൾ ഏത് രൂപത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്? നിങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്തമായ ഘട്ടങ്ങൾ നിങ്ങൾ മറന്നുപോയോ എന്നുള്ള ചോദ്യമാണ്. വിശുദ്ധ ഖുർആനിലെ ഈ ഭ്രൂണശാസ്ത്രവുമായി ബന്ധപ്പെട്ട സൂചനകൾ കണ്ടിട്ട് ഒട്ടേറെ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൽ പ്രസിദ്ധനായ ഒരാളാണ് ഡോക്ടർ കീത്ത് മൂർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം കനേഡിയനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. നമ്മൾ പഠിക്കേണ്ടതാണ്. മലയാളത്തിൽ അത് ലഭ്യമാണ്. ഭ്രൂണശാസ്ത്രം ഖുർആനിലും ഹദീസിലും എന്ന് പറയുന്ന രൂപത്തിൽ മുഹമ്മദ് അലി അൽബാർ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പരിഭാഷ നമുക്ക് കിട്ടും. ഡോക്ടർ കീത്ത് മൂർ എന്ന് പറയുന്ന അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തി. അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് ആ 7-ാം നൂറ്റാണ്ടിൽ ഈ ഒരു സംഗതി, ഒരു മനുഷ്യൻ്റെ ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ ഈ സ്റ്റേജ് കൃത്യമായ വാക്കുകളിൽ പറയണമെങ്കിൽ ആ വാക്കുകൾ അദ്ദേഹം പ്രത്യേകം എടുത്തു. നുത്ഫത്തും അലക്കത്തും മുളുകത്തും എടുത്തിട്ട് പറയാണ്, ഇങ്ങനെ കറക്റ്റ് ഇതേ ടെർമിനോളജി ഉപയോഗിക്കണമെങ്കിൽ മുഹമ്മദിന് സാധ്യമല്ല. ഇത് ദൈവികമായ വെളിപാടാണ്. മനുഷ്യർ അന്ന് ഒരു സംവിധാനവും ഇല്ല. ഒരു മനുഷ്യൻ്റെ ഭ്രൂണത്തെ സംബന്ധിച്ച് പഠിക്കുവാൻ ഇന്നുള്ള ഒരു തരത്തിൽപ്പെട്ട ടെസ്റ്റ് ചെയ്യാനുള്ള ഉപകരണവുമില്ല. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യ ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ വ്യത്യസ്ത സ്റ്റേജുകൾ കൃത്യമായിട്ട് പറഞ്ഞ് 20-ാം നൂറ്റാണ്ടിലാണ് പിന്നീട് കാണുന്നത്. 7-ാം നൂറ്റാണ്ടിൽ ഒരു മനുഷ്യൻ, അന്ന് വരെ ഒരു മനുഷ്യൻ പറയാത്ത, 20-ാം നൂറ്റാണ്ട് വരെ പറയാത്തൊരു കാര്യം 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ദൈവികമാണ് ഈ ഗ്രന്ഥം എന്ന് പറയുകയും അദ്ദേഹം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഡോക്ടർ കീത്ത് മൂർ. 2009 അദ്ദേഹം മരണപ്പെട്ടു. നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് അള്ളാഹു പറയുകയാണ്, മനുഷ്യനെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഇത് നോക്കൂന്ന്. വിശുദ്ധ ഖുർആൻ ബുദ്ധിയോടെ സംവദിക്കുക. സാധാരണ ആളുകൾ, ഈ യുക്തിവാദികളൊക്കെ എപ്പോഴും മതത്തെപ്പറ്റി പറയുന്നതെന്ന് നിങ്ങൾ, ഇത് അന്ധവിശ്വാസികളാണ്, ചിന്താശൂന്യരാണ്, ഏതോ കാലത്തുള്ള ഒരു ഗ്രന്ഥം കൊണ്ട് നടക്കുക എന്നൊക്കെയാണ് പറയുക. ആ കാലത്തുള്ള ഗ്രന്ഥം എടുത്ത് പഠിച്ചു നോക്കുക എന്നാണ് ഇവരോട് പറയാനുള്ളത്. അതിന് നിവർത്തി വായിക്കുവാൻ സന്നദ്ധരായ ഇങ്ങനെയുള്ള ചിന്തകരായ ആളുകൾ, അവർക്ക് വേറെ പ്രിജുഡീസ് ഒന്നുമില്ല, മുൻധാരണകളില്ലാതെ മുൻവിധികളില്ലാതെ കൃത്യമായിട്ട് ഇതിനെ സംബന്ധിച്ച് നിഷ്പക്ഷമായി പഠിച്ചാൽ പടച്ചറബിനെ കണ്ടെത്താം, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച് വിശ്വസിക്കാം, അങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കാം എന്നാണ് ആയത്ത് നമ്മോട് പറയുന്നത്. അപ്പോൾ ഈ 5-ാമത്തെ ആയത്ത് കുറച്ച് വലിയ ആയത്താണ്. ഒരു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൽ ഭ്രൂണത്തിൻ്റെ സ്റ്റേജ് മാത്രമല്ല, പുറത്തേക്ക് കൊണ്ടുവന്ന് കുട്ടിയായി, യുവാവായി, വൃദ്ധനായി, അതിൻ്റെ ഒക്കെ അവസ്ഥകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒറ്റ ആയത്തിൽ എല്ലാം ഒരു മനുഷ്യായുസ് മുഴുവൻ, അതിൻ്റെ ആദ്യത്തെ ഒരു ഗർഭാശയത്തിൽ ഒരു ബീജമായിട്ട് പ്രവേശിക്കുന്ന നിമിഷം മുതൽ മരണത്തിന് അങ്ങേയറ്റത്തെ ലിക്കൈലായി അലമിംബി അൽമിൻ ഷെയ്അ, ഒരു കൊച്ചുകുട്ടിയെ പെരുമാറുന്ന പടുവൃദ്ധനെ പോലെ ആ അവസ്ഥ വരെ പറയാണ്. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇതുപോലെ തെളിവായിട്ട് പുനരുത്ഥാനത്തെ സംബന്ധിച്ച് തെളിവായിട്ട്. അതിന് സമാനമായിട്ട് മറ്റൊരു കാഴ്ചയിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചു. നല്ല സസ്യശ്യാമളമായ ഒരു ഭൂമി, അതങ്ങനെ ആയിരുന്നില്ല, വരണ്ടുണങ്ങിയ ഭൂമിയായിരുന്നു. ഒരു മഴ പെയ്തപ്പോൾ എത്ര മനോഹരമായിട്ടാണ് അത് തുടിച്ച് വികസിച്ച് പച്ച പുതച്ചത്. അതിനെ സംബന്ധിച്ച ഇഹ്തസ്സത്ത് വറബത്ത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, കൗതുകകരമായ നാനാവിധത്തിലുള്ള സസ്യങ്ങൾ അവിടെ മുളച്ച് വളർന്നു വലുതായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ആയത്തുകൾക്കനുസരിച്ച് അത് മനസ്സിലാക്കി പടച്ചറബിന് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, ഞങ്ങളുടെ അടുത്ത് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും ഞങ്ങളുടെ പോരായ്മകളും അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നിൻ്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. നിൻ്റെ ആയത്തുകൾക്ക് അനുസൃതമായി നിനക്ക് വഴിപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ തുണക്കണമേ നാഥ. സൂറ അൽ ഹജ്ജിലെ 5, 6, 7 ആയത്തുകളാണ് ഇവിടെ നമ്മളിപ്പോൾ ഇന്ന് പാരായണം ചെയ്തിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. 5-ാമത്തെ ആയത്ത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് 6ഉം 7ഉം ആയത്തുകൾ പറയുന്നത്. ഈ 5 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് പറയുന്നത്. 1, അള്ളാഹു ഹക്കാണ് എന്നുള്ളത്. 2, നിർജീവമായതിനെ അവൻ ജീവിപ്പിക്കുന്നു എന്നാണ്. 3-ാമത്തത് എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു എന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. 4, പരലോകം അല്ലെങ്കിൽ അന്ത്യനാൾ എന്ന് പറയുന്നത് സംഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണ്, അതിൽ യാതൊരു സംശയവും വേണ്ട. 5-ാമത്തത് യബഅസു മൻ ഫിൽ ഖുബൂർ,
മരണപ്പെട്ടു പോയ ആളുകളെ, ഖബറിലുള്ള ആളുകളെ അള്ളാഹു ജീവിപ്പിക്കുക തന്നെ ചെയ്യും. ഈ 5 കാര്യങ്ങൾക്കുള്ള തെളിവ്, അല്ലെങ്കിൽ ഇതൊക്കെ ആദ്യമുള്ള കാര്യം കൊണ്ട്, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആ സംഭവം നടന്നത്. അല്ലെങ്കിൽ അള്ളാഹു അങ്ങനൊന്നും സൃഷ്ടിക്കൂല. വെറുതെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വളരെയധികം പ്രയാസത്തിൻ്റെ സ്റ്റേജിലൂടെയൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ ഒരു കുട്ടി കളിപ്പാട്ടം കളിക്കുന്ന പോലുള്ളൊരു പരിപാടിയല്ല ഇത്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് ആ പറഞ്ഞത്. 5 കാര്യങ്ങളുണ്ട്, അത് ആളുകൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് കുറേ ആലോചിക്കണം. മനുഷ്യ ശരീരം എന്ന് പറയുന്ന മഹാത്ഭുതത്തെ സംബന്ധിച്ച് ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ മലയാളത്തിലൊക്കെ കിട്ടും. അതൊക്കെ വായിക്കും തോറും കൂടുതലായിട്ട് പടച്ചറബിലേക്ക് നമുക്ക് അടുക്കാൻ കഴിയും. നമ്മുടെ തസ്ബീഹും ദിക്റും ഒക്കെ നല്ല അർത്ഥവത്തായി തീരും. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നൊക്കെ കൂടുതൽ സുജൂദ് എത്ര ചെയ്താലും മതിയാവില്ല. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയെ പറ്റി ആലോചിച്ചുകൾ, എത്ര സുജൂദ് ചെയ്താലാണ് മതിയാവുക? ഇങ്ങനെ മനുഷ്യ ശരീരത്തിന്, നമുക്ക് ഓരോരുത്തർക്കും പടച്ചറബ് നൽകിയിരിക്കുന്ന കഴിവുകളെ സംബന്ധിച്ച് ആലോചിക്കുകയും അതൊക്കെ ഓർമ്മപ്പെടുത്തുകയുമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ചെറിയ സൂചനകളാണ് നൽകിയത്. എന്നിട്ട് ഇനിയും ചില ആളുകൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടുത്ത ആയത്തിലേക്ക് വീണ്ടും പോകും. വമിനന്നാസി മയ്യുജാദിലു ഫില്ലാ എന്ന് പറഞ്ഞിട്ടാണ് ഇനിയും പറയുന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ എൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കാം. പടച്ചറബ് അവൻ്റെ വിശുദ്ധമായ ആയത്തുകൾ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി റബ്ബിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ തഖ്വയോടുകൂടെ ജീവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. റഹ്മാൻ റബ്ബേ, വിശുദ്ധ ഖുർആൻ ഞങ്ങൾക്ക് ലഭിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവെ, ഈ ഖുർആനിലെ ആയത്തുകൾ ശരിയായ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ഇത് പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ നടത്തുന്ന അധ്വാന പരിശ്രമങ്ങളെ നീ സ്വീകരിക്കണമേ നാഥ. പരമാവധി ആളുകളിലേക്ക് ഈ ഖുർആനിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ അതിനുള്ള കഴിവ് നൽകി, കരുത്ത് നൽകി ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ഞങ്ങളുടെ വീഴ്ചകളും തെറ്റുകളും ഒക്കെ നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അള്ളാഹു, ഈ ഖുർആനിനെ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയായി സ്വീകരിക്കുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമായി കുളിരായി സ്വീകരിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും നീ നീക്കി തരണമേ നാഥ. പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല ജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഗുരുതരമായ രോഗം ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, ആശുപത്രിയിൽ കഴിയുന്നവരും വീടുകളിൽ കഴിയുന്നവരൊക്കെ ഉണ്ട്. പടച്ചറബേ, അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ നൽകിയ വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ ആരോഗ്യം. അള്ളാഹുവേ, ഈ ആരോഗ്യത്തിന് ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അള്ളാഹ്. പടച്ചറബേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമ പ്രദാനം ചെയ്യണമേ നാഥ. സ്വാലിഹുകളായ സന്താനങ്ങളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ ദീനിൻ്റെ, സത്യദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. ദീനിൻ്റെ ഇസ്സത്തിന് കോട്ടം തട്ടിക്കുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഹറാമുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമേ നാഥ. പടച്ചറബേ, വലിയ അനുഗ്രഹം, നിൻ്റെ വല്ലാത്ത അപാരമായ അനുഗ്രഹത്തിൻ്റെ നാളുകൾ പരിശുദ്ധ റമദാൻ ഞങ്ങളുടെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. റഹ്മാൻ റബ്ബേ, ആ പരിശുദ്ധ റമദാനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ അള്ളാഹ്. അള്ളാഹുവെ, അതിന് സാക്ഷികളാകുവാൻ, അതിൽ ഓരോ നന്മകളും നേടിയെടുക്കുവാൻ, അതിലെ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പാപമോചനം നേടുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ തുണക്കണമേ നാഥ. പടച്ചറബേ, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണ്. നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന നാളുകളാണ്. റഹ്മാൻ റബ്ബേ, ആ പരിശുദ്ധ റമദാനിന് സാക്ഷികളാകുവാൻ, സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ, നരകത്തിൻ്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ തുണക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഫലസ്തീനിൻ്റെ മണ്ണിൽ ഗുരുതരമായ വലിയ തരത്തിൽപ്പെട്ട വിപത്തുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിച്ച മണ്ണിൽ സ്വതന്ത്രരായിട്ട് ഇസ്സത്തോടുകൂടെ അവരുടെ ആദർശത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം അവർക്ക് നീ ഒരുക്കി കൊടുക്കണമേ നാഥ. അവരെ പിഴുതെറിയുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ നാഥ. മസ്ജിദുൽ അഖ്സയുടെ, ഞങ്ങളുടെ ആദ്യത്തെ ഖിബിലയായ മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വിജയം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബന ലലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين اللهم طهر قلوبنا من النفاق وأعمالنا من الرياء وألسنتنا من الكذب وأعيننا من الخيانة إنك تعلم خائنة الأعين وما تخفي الصدور اللهم إنا نسألك التقى والعفاف والغنى اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا وقلبا خاشعا ولسانا ذاكرا اللهم إنا نعوذ بك من العجز والكسل والجبن والبخل وضلع الدين وغلبة الرجال ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.